ഡോണ്ട് വാണ്ട് ടു റിവീൽ മൈ ഫേസ്. ഇത്രയൊക്കെ തകർക്കാൻ സമരം ചെയ്യാൻ ആളുകളുണ്ട്. 2017 LD എക്സാം, എനിക്കതിന് 21ാമത്തെ റാങ്കായിരുന്നു. കേസ് കൊടുത്തു, ഹൈക്കോടതിയിൽ കേസിന് പോയി. പെട്ടെന്ന് എന്ത് തേജോ വികാരം ഉണ്ടായിട്ടാ കയറുന്നുണ്ട്, ബാക്കിൽ നിന്ന് ഹോൺ അടിക്കുന്നുണ്ട്. എന്ത് കോക്കനട്ടിന് അങ്ങനെ എഴുതി വെച്ച് പബ്ലിക് സർവീസ് എന്താ പറയുക, ബ്ലാങ്കായി. അവരുടെ മൈൻഡും ആ സമയത്ത് ഒരുപോലെ പ്രവർത്തിക്കണമെന്നില്ല. ഹായ് ഹലോ, ഒരുപാട് ആലോചിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമോ ഇല്ലേന്നൊന്നും എനിക്കറിയത്തില്ല. ആൻഡ് ദിസ് മാസ്ക് എനിക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാനുള്ള പേടി കൊണ്ടല്ല. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് തുടക്കമായതേ ഉള്ളൂ. മിക്ക വീഡിയോസിലും ഞാൻ എൻ്റെ ഫേസ് ഒരു വീഡിയോസിലും കാണിച്ചിട്ടില്ല. സോ ഇപ്പോൾ പറയുന്ന ടോപ്പിക്ക് എനിക്ക് എന്നെ കാണിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട്, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു റിവീൽ മൈ ഫേസ്. ഇപ്പോൾ നടക്കുന്ന കറണ്ട് സിറ്റുവേഷൻ PSCയെ പറ്റിയാണ്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ, എൻ്റെ പേഴ്സണൽ അനുഭവം. ഈ PSC പബ്ലിക് സർവീസ് കമ്മീഷൻ മാറ്റിയിട്ട് പാർട്ടി പ്രവർത്തകർക്ക് സർക്കാർ ചെയർ, അതായിരിക്കും PSCക്ക് കറക്റ്റ് ആപ്റ്റായിട്ടുള്ളൊരു ഡെഫിനേഷൻ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു മനുഷ്യനെ ഇത്രയൊക്കെ തകർക്കാൻ പറ്റുമോ അതിന് അത്രയും PSC ചെയ്യുന്നുണ്ട്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിൻ്റെ പേരിൽ ചോദിക്കാൻ ആളുകളുണ്ട്, സമരം ചെയ്യാൻ ആളുകളുണ്ട്, സ്വന്തം നാട്ടിൽ നടക്കുന്ന, കേരളത്തിൽ നിന്ന് പോകാൻ ആളുകളുണ്ട്. സ്വന്തം നാട്ടിൽ PSC ഉദ്യോഗാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചോദ്യം ചെയ്യാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ ആരുമില്ല. എൻ്റെ അനുഭവം 2017 LD എക്സാം, എൻ്റെ പ്രിലിമിനറി എക്സാമും മെയിൻസും എല്ലാം കഴിഞ്ഞ് റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ ഏതാണ്ട് 2021-22 അടുപ്പിച്ചായി. ഓർക്കണം, 2017 തുടങ്ങിയത്. ഈ പ്രിലിമിനറി എക്സാം കഴിഞ്ഞൊരു കുറേ പ്രാവശ്യം വിളിച്ച് ചോർക്കും റിസൾട്ട് എന്ന് വരും. അത്രയ്ക്ക് ലാഗടിപ്പിച്ചായിരുന്നു അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഫുള്ള് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കതിന് 21ാമത്തെ റാങ്കായിരുന്നു. ആൻഡ് എൻ്റെ റൊട്ടേഷൻ വൈസ് അത് നോക്കുമ്പോൾ എനിക്ക് കിട്ടേണ്ടത് 33 or 32 സംതിങ്. പട്ടമറ്റീസ് 32 വരേക്കുമുള്ള ആളുകളെ PSC എടുത്തു, ജോലിക്ക് കയറി. അടുത്തത് എൻ്റെ ടേൺ, വേക്കൻസി ഇല്ല. ഒരു 6 month പോലും ആയിട്ടില്ല, ഒരു 3 months 4 months എങ്ങാണ്ടോ ആയതേ ഉള്ളൂ. വേക്കൻസി കിട്ടും, അതായത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് ഒരു 3 months 4 months ആയതേ ഉള്ളൂ. ഡെഫിനറ്റ്ലി എനിക്ക് ജോലി കിട്ടും എന്ന് ഉറപ്പുള്ളൊരു കാര്യം, അടുത്ത ചാൻസ് എനിക്കാണെന്ന് ഉറപ്പുള്ള സമയത്ത് ചെറിയൊരു പ്രശ്നം വന്നു. ഏതോ ഒരു കാൻഡിഡേറ്റിന് മാർക്കിൽ ക്ലാരിഫിക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇനിയും കിട്ടണം അങ്ങനെ എന്തോ പറഞ്ഞ് PSCയെ സമീപിച്ചു. ഇതിൻ്റെ പേരിൽ അവർ അതിനെ സസ്പെൻഡ് ചെയ്ത് വെച്ച്, റാങ്ക് ലിസ്റ്റ് സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ട് നോക്കിയിട്ട് വേറെ റാങ്ക് ലിസ്റ്റ്, റിവൈസ്ഡ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിടും എന്ന് പറഞ്ഞായിരുന്നു. അപ്പം സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല റിവൈസ്ഡ് റാങ്ക് ലിസ്റ്റ് ഇട്ടാലും ചിലപ്പോൾ ആ വ്യക്തിയെ കയറ്റിയിട്ടായിരിക്കും ഇടുന്നത്, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടായിരുന്നേ. വിചാരിക്കുന്നതിനപ്പുറം ഒരു സുപ്രഭാതത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് ഇടുന്ന, പുതിയൊരു റാങ്ക് ലിസ്റ്റ്, അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റ് ക്യാൻസലാക്കി പുതുതായിട്ടൊരു റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് ഇട്ടു. അപ്പം അതിൽ ഈ ഓൾറെഡി ഉള്ള ഒരു 28-30 പിള്ളേരോളം കയറിയിട്ടുണ്ട്. അതിൽ അവർ ജോലി ചെയ്യുന്നുണ്ട്, LGSലും പോലീസിലും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പിള്ളേരാ അതെല്ലാം റിസൈൻ ചെയ്ത് ഈ ജോബിലോട്ട് കയറിയത്. PSC ഒരു സുപ്രഭാതത്തിൽ പുതിയ റാങ്ക് ലിസ്റ്റ് ഇട്ട് പറയുക, പഴയ റാങ്ക് ലിസ്റ്റുള്ള എല്ലാവരെയും പിരിച്ചുവിടുക, ഈ പുതിയ റാങ്ക് ലിസ്റ്റുള്ളവരെയാണ് ഇനി എടുക്കാൻ പോകുന്നതെന്ന്. എന്ത് ന്യായം അതിലുള്ളതെന്ന് അറിയത്തില്ല. കേസ് കൊടുത്തു, ഹൈക്കോടതിയിൽ കേസിന് പോയി. ഏതാണ്ട് ഒരു കഴിഞ്ഞ വർഷം ഒരു ഓണം അടുപ്പിച്ചിട്ട് ഹൈക്കോടതി വിധി പ്രസ്താവിക്കുക, അതായത് ഇത് ഓൾറെഡി ഉള്ള റാങ്ക് ലിസ്റ്റ് ഉള്ളവരെ തന്നെ അപ്പോയിൻ്റ് ചെയ്യണം, വേറെ പുതുതായിട്ട് വന്ന റാങ്ക് ലിസ്റ്റ് ഉള്ളവർ ആരും എടുക്കാൻ പാടില്ല, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരെ പിരിച്ചുവിടാൻ PSCക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി ഉത്തരവ് പ്രഖ്യാപിച്ചത്. ഇത്രയും വർഷം എടുത്തു, ഏതാണ്ട് 2017 കാര്യമാണ്, ഇത്രയും വർഷം എടുത്തു ഇത് നടക്കാൻ. അതിൽ PSC കാണിച്ച മഹത്തരമായിട്ടൊരു കാര്യമെന്ന് വേണം പറയാൻ. ഈ ഞങ്ങളുടെ വിധി പ്രസ്താവിക്കുന്നതിനൊരു 2-3 ദിവസം മുന്നേ പുതിയ റാങ്ക് ലിസ്റ്റിൽ ഒന്ന് അഡ്വൈസ് കൊടുത്തു. അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയി. ഇത്രയും വർഷം കുറേ കൂട്ടം ആൾക്കാരായിട്ട് ഓടിച്ചുകൊണ്ടിരുന്ന PSCക്ക് പെട്ടെന്ന് എന്ത് തേജോ വികാരം ഉണ്ടായിട്ടാ, അതായത് കേസിൻ്റെ വിധി ഒരു 2-3 ദിവസത്തിനുള്ളിൽ വരും, അതുപോലും എന്തെന്ന് കേൾക്കാൻ ക്ഷമയില്ലാതെ പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പിള്ളേരെ അപ്പോയിൻ്റ് ചെയ്തു. ഒരു 2 ദിവസം പോലും വെയിറ്റ് ചെയ്യാനില്ല. ഇത് അപ്പോയിൻ്റ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേസിൻ്റെ വിധി വരുന്നത്. പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുക്കാൻ പാടില്ല, പഴയ റാങ്ക് ലിസ്റ്റ് ഉള്ളവരെ എടുക്കാമെന്ന്. അപ്പം ആരൊക്കെയാണ് പുതിയ റാങ്ക് ലിസ്റ്റിലുള്ള പിള്ളേരും കയറി, അവരുടെയും പ്രതീക്ഷ കൊടുത്തിട്ട് അവരുടെയും ജോലി കളയുന്നതാണ്. പഴയ റാങ്ക് ലിസ്റ്റിലുള്ളവരുണ്ട്, അവർക്ക് ഓക്കെ, ജോലിക്ക് കയറിയവർ സേഫാണ്. പക്ഷേ ഇനിയുള്ളവർ പഴയ റാങ്ക് ലിസ്റ്റിലുള്ള പിള്ളേരെ ഇനിയും അതിന് തന്നെ എടുക്കണമെന്നാണ് PSC ഹൈക്കോടതി പറയുന്നത്. അതിന് പകരം ഏതാണ്ട് ഒരു 30 അടുപ്പിച്ച്
വേക്കൻസി ഉണ്ടായിരുന്നു. ആ വേക്കൻസി പുതിയ റാങ്ക് ലിസ്റ്റിലുള്ള പിള്ളേർക്ക് കൊടുത്തായിരുന്നു. എന്തിൻ്റെ ബേസിലാണ് കൊടുത്തത്, എന്തിൻ്റെ ബേസിലാണ് റാങ്ക് ലിസ്റ്റ് ഇട്ടത്, ഒന്നിനൊരു വ്യക്തതയില്ല. പക്ഷെ പുതിയ റാങ്ക് ലിസ്റ്റുള്ളവരെ ഇവരെടുത്തു കഴിഞ്ഞു. ഇനി ഇതിലൊന്നും ചെയ്യാനില്ല. അപ്പോൾ പറഞ്ഞപ്പോൾ വീണ്ടും PSC കൊണ്ട് സ്റ്റേ കൊടുത്തു. അടുത്ത് വീണ്ടും കേസിന് പോയി. ഹൈക്കോടതി ഒരിക്കൽ വിധി പ്രസ്താവിച്ച കേസാണ്. വീണ്ടും കേസിന് പോയി. ആ കേസ് നടന്നുകൊണ്ടിരിക്കുക. ഹൈക്കോടതിയുടെ കാര്യമല്ലേ, ഇന്ന് കേസ് വിളിക്കും, ചിലപ്പം തിരക്കാണെങ്കിൽ അത് മാറ്റിവെച്ച് ഏതാണ്ട് കഴിഞ്ഞ മാസം ഒരു 22 എങ്ങാണ്ടോ നടത്തേണ്ടിയിരുന്ന കേസാണ്. ഇതുവരെ അത് നടത്തിയില്ല. അന്ന് നടത്താൻ പറ്റിയില്ല. അടുത്ത മാസത്തിലോട്ട് മാറ്റിവെച്ചു. ഇത് തന്നെയാണ് ഹൈക്കോടതി വിധി പ്രസ്താവിക്കുന്നതിന് 2 ദിവസം മുന്നേ തോന്നിയത്. പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെ എടുക്കണം, അവർക്ക് ജോലി കൊടുക്കണം. ഒരു 2 ദിവസം പോലും വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ അന്ന് PSCക്ക് ഇല്ലായിരുന്നു. അത്രയ്ക്ക് ആർക്കൊക്കെയോ വേണ്ടി കൊടുക്കണം, ആർക്കോ എന്തോ കൊടുത്ത് സഹായിക്കാൻ വേണ്ടിയിട്ട് ത്വര കാണിക്കുന്ന പോലെയാണ് തോന്നിയത്. ഞാൻ റാങ്ക് ലിസ്റ്റിലില്ല, ഞങ്ങളെ പുറത്താക്കി പുതിയ റാങ്ക് ലിസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഏതാണ്ട് എൻ്റെ വീട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 10-12 കിലോമീറ്റർ അപ്പുറമായിരുന്നു. കേട്ട സമയം കാണുന്നത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ? സ്വപ്നത്തിൽ ഞാൻ ഇത് കേൾക്കുന്നത് ഒന്നും അറിയാം, സ്റ്റക്കായി നിൽക്കുക. ഞാൻ നടക്കും ഈ 12 കിലോമീറ്റർ, ഇത് 1.5 മണിക്കൂറോളം ഞാൻ നടന്ന് എൻ്റെ വീട്ടിലെത്തുക. ഈ പോകുന്ന വഴി ഫുള്ള് റോഡ് സൈഡാണ്, മെയിൻ റോഡാണ്, നാഷണൽ ഹൈവേ ആണ്. വണ്ടികൾ ബാക്കിൽ നിന്ന് വരുന്നു. ഞാൻ നടക്കുന്നതിൻ്റെ ഇടയിൽ അറിയാതെ വീണ്ടും റോഡിലോട്ട് കയറുന്നുണ്ട്, ബാക്കിൽ നിന്ന് ഹോൺ അടിക്കുന്നുണ്ട്. മൊത്തത്തിൽ കിളിപോയ അവസ്ഥയായിരുന്നു. പലയിടത്തും നിന്ന് അത്രയും 1.25 മണിക്കൂർ കരഞ്ഞിട്ട് ആ വീട്ടിലോട്ട് നടന്നാ പോകുന്നത്. ബസ് കയറി പോകേണ്ടടുത്ത് ഞാൻ നടന്നാ പോകുന്നത്. എവിടെയാണ് നിൽക്കുന്നത്, എന്താ സ്ഥലം, എവിടെയാണ് ഒന്നും കിളി പോയ അവസ്ഥയായിരുന്നു. പലപ്പോഴും നിന്നിട്ട് നുള്ളി നോക്കും, കാണുന്നത് സ്വപ്നമാണോ അത് സത്യമാണോ എന്നറിയാതെ. ഒരു 1.25 മണിക്കൂർ എടുത്തു ഞാൻ റിയലൈസ് ചെയ്യാനില്ല, ഞാൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്തായി, അവരൊരു പുതിയ റാങ്ക് ലിസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് പാർട്ടി പ്രവർത്തകർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് വേക്കൻസിയോ സീറ്റോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കമ്മീഷനെ പിരിച്ചു വിട്ടിട്ട് നിങ്ങളവിടെ ബോർഡ് എഴുതി വയ്ക്കണം, പാർട്ടിയിലുള്ളവർക്ക് മാത്രമേ ഞങ്ങൾ ജോലി കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വല്ല പേരും എഴുതി വയ്ക്കണം. അതായിരിക്കും നല്ലത്. എന്ത് കോക്കനട്ടിനും അങ്ങനെ എഴുതി വെച്ച് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് വച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഈ എന്തോ പറയുക, ബ്ലാങ്കായി അത്ര തന്നെ. ഇറ്റ്സ് എ ലൂപ്പ്. എനിക്ക് പറയാനുള്ളത് ഇറ്റ്സ് എ ലൂപ്പ്. ഭാഗ്യം എല്ലാവരും പറയുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാൽ മാത്രം, ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടും, ഹാർഡ് വർക്ക് ചെയ്താൽ സക്സസ് ആവുമെന്ന് പറയുന്നവരുണ്ട്. ബട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഫെയിലാവുന്നവരുടെ സ്റ്റോറി ആർക്കും അറിയത്തില്ല. ഫെയിലായവർ ആരും ഓർക്കാനും പോകുന്നില്ല. അതാണ് സത്യം. ഒരു എക്സാം നടക്കുമ്പോൾ ഇതൊക്കെ എന്നെ സംബന്ധിച്ചിട്ടൊരു ലക്കെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പോൾ ഒരു എക്സാം, ഞങ്ങൾ സ്കൂൾ ടൈം ആവട്ടെ കോളേജ് ടൈം ആവട്ടെ, പഠിക്കുന്ന ഒരു ആ കൊച്ച് സ്കൂളിൽ ഏത് എക്സാം എഴുതിയാലും ഫസ്റ്റ് റാങ്ക് കിട്ടും, ക്ലാസ് ടോപ്പറായിരിക്കും. ഏത് സമയവും എപ്പോൾ എടുത്താലും അത് നമുക്ക് ക്ലാസ്സിൽ ആരാ ടോപ്പർ എന്ന് ചോദിച്ചൊരു ആളിനെ പറയാൻ നമുക്ക് കിട്ടും. പക്ഷെ PSCയുടെ കാര്യം അതല്ല. ഒരേ വ്യക്തി 2 എക്സാം രാവിലെയും വൈകുന്നേരം ഉച്ചയായിട്ട് എഴുതുകയെന്ന് വെച്ചോ, ആ വ്യക്തിക്ക് അന്നത്തെ ദിവസത്തെ 2 എക്സാമിന് ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ആദ്യത്തേതിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് അടുത്ത എക്സാമിന് ചിലപ്പോൾ അതിലും കുറഞ്ഞ റാങ്ക് ആയിരിക്കും വരുന്നത്. സോ നമ്മൾ ഈ പഠിക്കുന്നതല്ല, നമ്മൾ ചെന്ന് എത്തുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ എന്ത് എഴുതി വയ്ക്കുന്നു അതിലാ വിഷയം. സോ എല്ലാവരുടെ മൈൻഡും ആ സമയത്ത് ഒരുപോലെ പ്രവർത്തിക്കണമെന്നില്ല എന്ന് വെച്ചിട്ട് ആരും പഠിക്കാതെ പോയി എക്സാം എഴുതുന്നവരുമല്ല, ആരും മോശക്കാരല്ല. അന്നത്തെ ദിവസം അവരുടേതല്ലായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ PSC എന്ന് പറയുന്നത് ലക്കെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് നടക്കുന്നുണ്ട്. അപ്പോഴാ കിട്ടുന്ന ജോലിയെ തട്ടിത്തെറിപ്പിച്ച് എന്ത് ന്യായം ഇതിലുള്ളതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ശരി, ബൈ. എനിക്ക് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യോ ഇല്ലേ ഒന്നും അറിയത്തില്ല. എനിവേ കേൾക്കുന്നവർക്ക് താങ്ക്സ്.